നിങ്ങൾ iPhone 13 മുന്നേ ഉള്ള ഒരു ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ iOS 15 ആണ് നിങ്ങൾ റൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പരാതിപ്പെടുന്ന ഒരു കാര്യമായിരിക്കും ബാറ്ററി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ iOS 15 ഏതാനും ചില ബാറ്ററി സേവിംഗ് മെത്തേഡ്സ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന എല്ലാ സ്റ്റെപ്സും iOS 15 റൺ ചെയ്യുന്ന എല്ലാ ഡിവൈസുകൾക്കും നിങ്ങൾക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്, എഫക്റ്റീവുമാണ്. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മളുടെ സെറ്റിംഗ്സിനകത്ത് ബാറ്ററി എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. അതിൽ നിങ്ങൾക്ക് ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ പോയിട്ട് ഈ ഒരു ഒപ്റ്റിമൈസ് ബാറ്ററി ചാർജിങ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എനേബിൾ ചെയ്യുക. അത് നിങ്ങളുടെ ബാറ്ററി ഡീഗ്രേഡ് ആകുന്നതിൽ നിന്ന് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ബാറ്ററി ഡീഗ്രേഡ് ആകുക? അതായത് നമ്മൾ ഫോൺ കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന അനുസരിച്ച് വർഷങ്ങൾ കഴിയും തോറും ബാറ്ററി ഡീഗ്രേഡ് ആകും. ബാറ്ററിയുടെ കപ്പാസിറ്റി ഡീഗ്രേഡ് ആയിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മൾ ഐഫോണിൽ ചാർജ് നിൽക്കുന്നത് മെല്ലെ കുറഞ്ഞു വരും. ഈ ഒരു ഡീഗ്രേഡേഷൻ സ്ലോ ഡൗൺ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാലിറ്റിയാണ് ഈ ഒരു ഒപ്റ്റിമൈസ് ബാറ്ററി ചാർജിങ് എന്ന് പറയുന്നത്. അത് ഡെഫിനറ്റ്ലി നിങ്ങൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഒപ്റ്റിമൈസ് ബാറ്ററി ചാർജിങ്ങിനെയും ബാറ്ററി ചാർജിങ് മെത്തേഡ്സിനെ പറ്റി ധാരാളം വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അവിടെ പോയി നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനാണ്. ഇനി ഇതിലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി ഡിക്ലൈൻ ആകുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ബാറ്ററി റാപ്പിഡ്ലി ആ ഒരു ചാർജ് കുറയുന്നത്, അത് നമ്മൾ ഈ ഒരു ഗ്രാഫ് നോക്കി കണ്ട് മനസ്സിലാക്കുക. ഈ ഒരു ഗ്രാഫ് നമ്മളുടെ എല്ലാവരുടെയും ഡിവൈസിലുള്ളതാണ്. അത് നിങ്ങൾക്ക് കണ്ടാൽ പല കാര്യങ്ങളും ഇതിനകത്ത് മനസ്സിലാക്കാനും സാധിക്കും വളരെ പെട്ടെന്ന് തന്നെ. ഇവിടെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ബാറ്ററി ഡിക്ലൈൻ ആണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് ഒന്ന്, നമുക്ക് മെല്ലെ ചാർജ് യൂസ് ചെയ്യുന്നതനുസരിച്ച് കുറയുന്ന കാണാം. രണ്ടാമത്തെ കാര്യം, കുത്തനെ ഒരൊറ്റയടിക്ക് കുറേ ചാർജ് ഇവിടെ കുറഞ്ഞേക്കുന്ന കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡീക്ലൈൻ ഗ്രാഫ് നോക്കിയിട്ട് എന്ത് ആപ്പാണ് ആ സമയത്ത് നമ്മുടെ ബാറ്ററി കണ്ടമാനം എടുത്തതെന്ന് അല്ലെങ്കിൽ കൺസ്യൂം ചെയ്തതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ടാപ്പ് ചെയ്തപ്പം എന്തൊക്കെ ആപ്സാണ് ഞാൻ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ യൂസ് ചെയ്തത്, വാട്സാപ്പ്, ഫോട്ടോസ്, കോള്, ഇതെല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ ബാറ്ററി കൺസ്യൂം ചെയ്തത് വാട്സാപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എന്തൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ വളരെ പെട്ടെന്നുള്ള സ്റ്റീപ്പായിട്ടുള്ള ഒരു ഡിക്ലൈൻ ആണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്തൊക്കെ ആപ്പ് ഉപയോഗിക്കുമ്പോഴാണ് അതങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നോക്കി നിങ്ങൾ മനസ്സിലാക്കുക ഏത് ആപ്പാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ബാറ്ററി കൺസ്യൂം ചെയ്യുന്നത്. അതനുസരിച്ചിട്ട് അതിനെന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, ബഗ് ഫിക്സോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ആപ്പ് സ്റ്റോറിൽ പോയി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ബാറ്ററിയുടെ മേളിൽ ലേശം കൂടെ കൺട്രോൾ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഡോണ്ട് ഡു കാര്യമാണ്. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു പ്രധാന സംശയമാണ്. നമ്മൾ ബാറ്ററിയുടെ ഓപ്ഷനിൽ പോകുകയാണെങ്കിൽ നമുക്കിവിടെ ലോ പവർ മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് നമുക്ക് കൺട്രോൾ സെൻറ്ററിൽ നിന്നും ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ലോ പവർ മോഡ്. അതിൽ ടാപ്പ് ചെയ്താൽ നമുക്ക് ലോ പവർ മോഡ് ഇവിടെ നിന്നും എനേബിൾ ചെയ്യാൻ സാധിക്കും. എപ്പോഴും ഈ ഒരു ലോ പവർ മോഡ് എനേബിൾ ചെയ്ത് നമ്മളുടെ ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത് നല്ലതാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനൊറ്റ ഉത്തരവുള്ളൂ, അത് ചീത്തയാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് ഒഴിവാക്കുക. പെട്ടെന്ന് നിങ്ങളുടെ ബാറ്ററി ഏജായി അത് അതിൻ്റെ കപ്പാസിറ്റി ലോസ് ആകാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ ലോ പവർ മോഡ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾ ഒഴിവാക്കുക. ആവശ്യമുള്ളപ്പോൾ മാത്രം ലോ പവർ മോഡ് എനേബിൾ ചെയ്യുക. ഇതിലെ നാലാമത്തെ കാര്യമാണ്, നമുക്ക് സോഫ്റ്റ്വെയറായിട്ട് യാതൊരു ബന്ധമില്ല. അതായത് ഇത് ഫിസിക്കലി ഉള്ള ഒരു കാര്യമാണ്. അതായത് ഹീറ്റുമായിട്ടുള്ള ഡയറക്റ്റ് കോൺടാക്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ യാത്ര ചെയ്യും, നമ്മുടെ ഡാഷ്ബോർഡിലും അല്ലെങ്കിൽ ഡാഷയിലൊക്കെ നമ്മുടെ ഫോൺ പ്ലേസ് ചെയ്യാറുണ്ട്. അവിടെയൊക്കെ വളരെ പെട്ടെന്ന് ചൂട് വരുന്നത് അല്ലെങ്കിൽ സൂര്യപ്രകാശം വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹീറ്റുമായിട്ടുള്ള ഡയറക്റ്റ് കോൺടാക്ട് ഉള്ള സ്ഥലത്ത് നിങ്ങളുടെ ഫോൺ നിങ്ങൾ പ്ലേസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഹീറ്റുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് വരുമ്പോൾ നമ്മുടെ ബാറ്ററി കപ്പാസിറ്റിനെ അത് കാര്യമായിട്ട് ബാധിക്കും. അങ്ങനെ പെട്ടെന്ന് ബാറ്ററി ഏജ് ആകുന്നതിൽ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ ഒരു ഹീറ്റ്. ഇതിലെ അഞ്ചാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, നിങ്ങളിപ്പം ഒരു ട്രക്കിങ്ങിന് എവിടെയെങ്കിലും പോവുകയാണ് അല്ലെങ്കിൽ റേഞ്ച് തീരെ ഇല്ല, കുറവുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫോൺ എയർപ്ലെയിൻ മോഡിൽ ഇടുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഫോൺ എപ്പോഴും നെറ്റ്വർക്കിന് വേണ്ടി ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരൊറ്റ കട്ടയെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ധാരാളം ബാറ്ററി കണ്ടമാനം യൂസ് ചെയ്യും. അതുപോലെ പവർ എടുക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കഴിവതും ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എയർപ്ലെയിൻ മോഡ് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി അങ്ങനെ സേവ് ചെയ്യാനും സാധിക്കും. ഇതിൽ ആറാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, കഴിവതും നിങ്ങൾ ഇൻഡോർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈസിൻ്റെ ബ്രൈറ്റ്നസ് ഏറ്റവും മിനിമത്തിൽ അല്ലെങ്കിൽ ലോവസ്റ്റ് സെറ്റിംഗിലേക്ക് നിങ്ങൾ മാറ്റും. ഇവിടെ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഒരു മിഡിൽ റേഞ്ചിൽ നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഈ ഒരു ബ്രൈറ്റ്നസ് ഒരു 20% അല്ലെങ്കിൽ 25% ആ റേഞ്ചിൽ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളെ ഡിസ്പ്ലേയുടെ സെറ്റിങ്സ് അതിൽ നമ്മളെ ആക്സസിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ആൻഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സൈസ് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് റെഡ്യൂസ് ട്രാൻസ്പെറൻസി. ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടമാനം ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ UI-ലുള്ള ട്രാൻസ്പെറൻസി, അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ, ഇതൊക്കെ നമുക്ക് കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ധാരാളം ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു സെറ്റിംഗ്സിനകത്തുള്ള മറ്റൊരു ഫംഗ്ഷനാലിറ്റിയാണ് നമുക്ക് ഈ ഒരു റെഡ്യൂസ് വൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു വൈറ്റ് പോയിന്റ് റെഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ ഡിവൈസിനകത്തുള്ള ഓവറോൾ വൈറ്റ്നസ് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഞാൻ ഈ ഒരു
ഡാർക്ക് മോഡ് മാറ്റി ബ്രൈറ്റ് മോഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ 62-ലാണ് ഇട്ടേക്കുന്നത്. ഇതനുസരിച്ച് നമ്മുടെ ഡിസ്പ്ലേ ഡിം ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഭയങ്കര ഡിമ്മാണ്, 100%ലേക്കൊക്കെ പോയി കഴിയുമ്പോൾ. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഏറ്റവും അവസാനം ആ താഴെ കാണുന്ന ഓട്ടോ ബ്രൈറ്റ്നസ്, അത് ആവശ്യമുള്ളവർ എനേബിൾ ചെയ്താൽ മതി. നിങ്ങൾ മാനുവലി കൺട്രോൾ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അത് എപ്പോഴും ഡിസേബിൾ ചെയ്താക്കി ഇട്ടാൽ മതി. അതല്ല ഹയർ ബ്രൈറ്റ്നസ്സിൽ എപ്പോഴും ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓട്ടോ ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അത് എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ എൻവറോൺമെൻറ്റ് അനുസരിച്ച് ആ ഒരു ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ്സിനെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിലെ ഉപകാരപ്പെടുന്ന മറ്റൊരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മളെ സെറ്റിംഗ്സിൽ നമ്മൾ സിറി ആൻഡ് സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകുമ്പോൾ നിങ്ങൾ ലിസൺ ഫോർ സിറി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. നമ്മൾ ലിസൺ ഫോർ സിറി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോൾ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നോ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മൾക്ക് വേണ്ടി ഈ ഒരു സിറി ബാക്ക്ഗ്രൗണ്ടിൽ ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കും നമ്മളുടെ വോയിസ് കിട്ടാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു ആക്ഷൻ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുമ്പം നമ്മളുടെ ബാറ്ററി അതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ സേവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾ താഴേക്ക് പോകും, നിങ്ങൾക്ക് ഈ പറയുന്ന കണ്ടന്റ് ഫ്രം ആപ്പിൾ, അതായത് ഷോ ഇൻ ലുക്കപ്പ്, അതേപോലെ തന്നെ ഷോ ഇൻ സ്പോട്ട് ലൈറ്റ്, അതേപോലെ തന്നെ സജഷൻസ് ഫ്രം ആപ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ഡിസേബിൾ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ആപ്പിളിനും അതേപോലെ സിറിക്കും വേണ്ടതായിട്ടുള്ള കുറേ ഡേറ്റാസും കാര്യങ്ങളൊക്കെ നമ്മളിന്ന് ഫച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല. ഇതൊക്കെ ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കുറച്ച് ബാറ്ററിയും കൂടെ സേവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പിന്നീട് ബാറ്ററിനെ ഡ്രെയിൻ ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു ഏരിയയാണ് നമ്മുടെ മ്യൂസിക്. അതായത് നിങ്ങൾ സെറ്റിംഗ്സിനകത്ത് മ്യൂസിക്കിൻ്റെ ഓപ്ഷനിൽ പോവുക. മ്യൂസിക്കിനകത്ത് ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ പോകുക. അതിൽ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സ്ട്രീം ചെയ്യുന്ന ആപ്പിൾ മ്യൂസിക്കിൽ നിന്ന് സ്ട്രീം ചെയ്യുന്ന ഓഡിയോ എന്ന് പറയുന്നത് ലോസ്ലെസ്സിലോ ഹൈ ലോസ്ലെസ്സിലോ ആണ് കിടക്കുന്നെങ്കിൽ അത് നിങ്ങൾ മാറ്റി ഹൈ ക്വാളിറ്റിയിലോ ഹൈ എഫിഷ്യൻസിയിലേക്കോ നിങ്ങൾ സ്വിച്ച് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലോസ്ലെസ് ഓഡിയോ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചാണ് നിങ്ങൾ സ്ട്രീം ചെയ്യുന്നതെങ്കിൽ ധാരാളമായിട്ട് ബാറ്ററിയും പോവും, നിങ്ങളുടെ ഡാറ്റയും പോവും. അപ്പം ഇതിനെ രണ്ടിനെയും ഒരേപോലെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഹൈ ക്വാളിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വൈഫൈയിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പം വൈഫൈ സ്ട്രീമിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോസ്ലെസ്സോ ഹൈ റെസ്റ്റ് ലോസ്ലെസ്സോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കാരണം വൈഫൈ ഇച്ചിരി കൂടെ ബെറ്റർ ആണ്, ബാറ്ററി അധികം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യം. പിന്നീട് നമ്മൾ ബാറ്ററി കുടിക്കുന്ന മറ്റൊരു ഏരിയയാണ് പ്രൈവസിക്കകത്തുള്ള നമ്മുടെ ലൊക്കേഷൻ സർവീസസ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ പോകുമ്പം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നമ്മളുടെ ഐഫോണിലുള്ള എല്ലാ ആപ്സും ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ഈ ആപ്സിൻ്റെ ഓപ്ഷനിൽ നമ്മുടെ ഐഫോണിലുള്ള എല്ലാ ആപ്സും ഇതിലില്ല. അതുകൊണ്ട് നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾവേസ് എന്ന് പറഞ്ഞ് കിടക്കുന്ന എല്ലാ ആപ്സും, ഇതിൽ എന്തൊക്കെ ആപ്സ് ഓൾവേസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ടോ അതിൽ നിങ്ങൾ മാറ്റിയിട്ട് അത് നിങ്ങൾ നെവറോ അല്ലാന്നുണ്ടെങ്കിൽ വൈൽ യൂസിങ്ങോ മാത്രമാക്കുക. ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു ക്രോമിൻ്റെ ഓപ്ഷനിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വൈൽ യൂസിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾ മാറ്റി നെവർ ആക്കുക. കാരണം ബ്രൗസറിനൊന്നും ഈ ഒരു വൈൽ യൂസിങ്ങിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ വൈൽ യൂസിങ് കൊടുത്തേക്കുന്ന ഒരു ആപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഗൂഗിൾ പേ, അതിൽ നമ്മൾ വൈൽ യൂസിംഗ് ആണ് കൊടുത്തേക്കുന്നത്. പക്ഷേ അതിന് താഴെ പ്രിസൈസ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതും നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രിസൈസ് ലൊക്കേഷനും പോകും, അതനുസരിച്ച് അത്രയും ഡേറ്റ നമ്മളെ ബാറ്ററി കത്തിത്തീരുവാണ്, അത്രയും അനുസരിച്ച് നമ്മളെ ഡേറ്റയും കത്തിത്തീരുവാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതെല്ലാം നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. വൈൽ യൂസിങ് എനേബിൾ ചെയ്തേക്കുന്ന ആപ്സിനെല്ലാം പോയിട്ട് നിങ്ങൾ പ്രിസൈസ് ലൊക്കേഷൻ ഡിസേബിൾ ചെയ്യുക. വൺസ് നിങ്ങൾ ഇതെല്ലാം ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു പ്രൈവസി സെറ്റിംഗ്സിനകത്ത് തന്നെ ഉള്ള മറ്റൊരു ഓപ്ഷനാണ് നമ്മുടെ താഴെയുള്ള അനാലിറ്റിക്സ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. അതിൽ പോയി കഴിയുമ്പം നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ഇതെല്ലാം നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. ഇത് ഡിസേബിൾ ചെയ്യുമ്പം നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ ബാറ്ററി സേവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് ബാറ്ററി സേവ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷനാണ് നമ്മുടെ ആക്സസിബിലിറ്റി. അതിൽ മോഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകുകയാണെങ്കിൽ റെഡ്യൂസ് മോഷൻ. ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതുകൊണ്ട് സിസ്റ്റം വൈഡ് നമ്മളുടെ ആനിമേഷൻസ് എല്ലാം ഡിസേബിൾ ആണെന്ന് കാണാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മളുടെ ആ ഒരു ആപ്പ് ഓപ്പണിംഗ് ആനിമേഷൻസ് ഒന്നും തന്നെ ഇല്ല, ആപ്പ് ക്ലോസ് ചെയ്യുന്ന ആനിമേഷൻ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ ബാറ്ററി ഈ ഒരു റെഡ്യൂസ് മോഷൻ എനേബിൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഓട്ടോ പ്ലേ മെസ്സേജ് എഫക്റ്റ് അതും നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്തിടാവുന്നതാണ്. അത് ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി സേവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇനി ഈ ഒരു ആക്സസിബിലിറ്റിക്കകത്ത് തന്നെ ഉള്ള മറ്റൊരു ഓപ്ഷനാണ് നിങ്ങളുടെ ഏറ്റവും താഴെ പോകുമ്പോൾ സൗണ്ട് റെക്കഗ്നിഷൻ. ഇത് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളിത് ഡിസേബിൾ ചെയ്യുക. കാരണം ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഓട്ടോമാറ്റിക്കലി റൺ ആവുന്ന കാര്യമാണ്. അപ്പം എന്തെങ്കിലും കുട്ടി കരയുകയോ പട്ടി കുരയ്ക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അതിനുവേണ്ടി ആ ഒരു സൗണ്ട് കേട്ട് അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ സിറിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്, ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും റൺ ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഓഡിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ സൗണ്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി എപ്പോഴും ഡാറ്റ ഇങ്ങനെ ഫിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മുടെ ബാറ്ററി ഡിക്രീസ് ആകുന്നതാണ്. പിന്നീട് നമ്മൾ ഡിസേബിൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് മൊബൈൽ ഡാറ്റയ്ക്കകത്ത് ഏറ്റവും താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കണ്ടാണ്, അതായത് ഐക്ലൗഡ് ഡ്രൈവ്. ഇത് എനേബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. കാരണം നമ്മുടെ സെല്ലുലാർ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഐക്ലൗഡിലേക്ക് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ സേവ് ചെയ്യാൻ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മൊബൈൽ ഡാറ്റയും തീരും, അതനുസരിച്ച് നമ്മുടെ ബാറ്ററിയും കുറയും. അപ്പോൾ അത് മസ്റ്റായിട്ട് നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ iOS 15 ഏതാനും ബാറ്ററി സേവിങ് ടിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗെയിൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.